ഈ അന്വേഷണ സംഘം പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് തെളിവെടുപ്പിന് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. നേരെ പോവുക, അതായത് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും നേരെ പോവുക തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്കായിരിക്കും. അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ AR ക്യാമ്പിൽ നിന്ന് വാഹനത്തിലേക്ക്, ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക ബസ്സിലേക്ക് അദ്ദേഹത്തെ കയറ്റിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമില്ല. ഇന്നലെ ഇവിടെ എത്തിച്ച ശേഷം, പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. 3 ഡിവൈഎസ്പിമാർ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്ത് ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ക്രൂരമായി ഉപദ്രവിച്ചു എന്നൊക്കെയാണ് അതിജീവിത നൽകിയിരിക്കുന്ന പരാതി. അതാണ് FIR-ഉം റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ തെളിവെടുപ്പ് നിർണായകമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ആവശ്യമെങ്കിൽ ഒരുപക്ഷെ പാലക്കാട്ടേക്കടക്കം തെളിവെടുപ്പ് നടത്തും. ഇന്നലെ പാലക്കാട് KPM ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ രാഹുലിന്റെ ഫോൺ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിനായി അന്വേഷണ സംഘം അദ്ദേഹത്തോട് പലതവണ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം അത് എവിടെയെന്ന് വ്യക്തമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അഭിഭാഷകരോട് സംസാരിച്ച ശേഷം അക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നുള്ളതൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അക്കാര്യത്തിലെ നിലപാട്. ഏതായാലും അല്പസമയം മുൻപ് അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനി ഈ വാഹനവ്യൂഹം, വലിയ സുരക്ഷാ സംവിധാനങ്ങളുമായി വാഹനവ്യൂഹം തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക് പോകും. ക്ലബ് 7 ഹോട്ടൽ ഇതിനോടകം തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ സമയം അറിയിച്ചിട്ടുണ്ട്. അവിടെയും വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തിരുവല്ലയിലടക്കം നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു. തിരുവല്ല കോടതിയിൽ, മാവേലിക്കര ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴൊക്കെ യുവജന സംഘടനകളുടെ അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. DYFI-യുടെ, SFI-യുടെ, അതേപോലെ ABVP-യുടെ അടക്കം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായിട്ടുള്ള ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഇന്നും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിച്ച് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയ പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരടങ്ങിയ 4ഓളം പോലീസ് വാഹനങ്ങളാണ് അദ്ദേഹത്തിന് സുരക്ഷ അടക്കം ഒരുക്കുന്നത്. ഏതായാലും ഇന്നത്തെ തെളിവെടുപ്പ് നിർണായകമാണ്. തിരുവല്ല ക്ലബ് 7 ഹോട്ടൽ, ആ ക്ലബ് 7 ഹോട്ടൽ FIR പുറത്തു വന്നതോടുകൂടിയാണ് ക്ലബ് 7 ഹോട്ടലിൽ വെച്ചാണ് പീഡനം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. അതിൽ തന്നെ ക്രൂരമായിട്ടുള്ള പീഡനം അത് ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് അതിജീവിത വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ കൊണ്ട് റൂം ബുക്ക് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം അവിടേക്ക് എത്തിച്ച് വളരെ ക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ചു, അതേപോലെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. FIR-അടക്കം അത് പറഞ്ഞിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഉയർത്തിയതും ആ രീതിയിലുള്ള വാദങ്ങൾ. എന്തായാലും ആദ്യ ഒരു വാഹനവ്യൂഹം, അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം ഇതിനോടകം തന്നെ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. വീണ്ടും അടുത്ത ഘട്ട ഉദ്യോഗസ്ഥരുടെ, നമുക്ക് ഷൊർണൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ മറ്റു വാഹനങ്ങളിലേക്ക് കയറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആദ്യം തെളിവെടുപ്പ് നടത്തുക അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലാണ്. വലിയ പ്രതിഷേധങ്ങൾ ഭയക്കുന്നുണ്ട് പോലീസ്. അതിന്റെ പശ്ചാത്തലത്തിൽ കാര്യമായിട്ടുള്ള സുരക്ഷ അത് ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നിർണായകമാണ് ഇന്നത്തെ തെളിവെടുപ്പ്. ഇതിനപ്പുറത്തേക്ക് പാലക്കാട്ടേക്ക് ഇന്ന് പോകുമോ, അടൂരിലെ വീട്ടിൽ തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദ്യമായി ഉയരുന്നുണ്ട്. ഏതായാലും അതും വളരെ പ്രധാനപ്പെട്ടതും അതും വളരെ നിർണായകമായിട്ടുള്ള നീക്കമായി നമുക്ക് കാണാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതിനോടകം തന്നെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് അതിനകത്ത് ക്രമീകരിച്ചിരുന്ന പ്രത്യേക ബസ്സിൽ അദ്ദേഹത്തെ കയറ്റിയിട്ടുണ്ട്. അന്വേഷണ സംഘം വാഹനങ്ങൾ കയറുന്നു. ഒരു സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളൊക്കെ വിലയിരുത്തും, പ്രതിഷേധങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കും. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ക്ലബ് 7 ഹോട്ടലിലേക്ക് പോവുക. അടൂരിലെ വീട്ടിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ ചില പേഴ്സണൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളാണ്, അത്തരം പേഴ്സണൽ കാര്യങ്ങൾ കണ്ടെത്തണം. അതിലടക്കം തെളിവുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള ശബ്ദ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. മാത്രവുമല്ല, ഈ പെൺകുട്ടിയെ ഈ പറയുന്ന അവരുടെ വിവാഹ പ്രശ്നങ്ങൾ അതിനടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എങ്ങനെ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവ് ആവശ്യമാണ്. ആ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം 2ാം ദിവസം പുലർച്ചെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. 3 ദിവസമാണ് കസ്റ്റഡി. നാളെ കസ്റ്റഡി കാലാവധി കഴിയും. അതിനു മുൻപ് പരമാവധി തെളിവ് ശേഖരണം നടത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ 1 മിനിറ്റ് പോലും ഇതിനകത്ത് പാഴാക്കാനില്ലാത്ത തരത്തിലേക്ക് അന്വേഷണ സംഘം തെളിവെടുപ്പിന് വേണ്ടി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്കായിരിക്കും ആദ്യം പോവുക. അവിടെയായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഇപ്പോൾ അന്വേഷണ സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കും. 3 ഡിവൈഎസ്പിമാർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ്. ഷൊർണൂർ ഡിവൈഎസ്പി
DSP ഉണ്ട്, പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഉണ്ട്, പത്തനംതിട്ട DYSP ഉണ്ട്. അങ്ങനെ 3 DYSPമാരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. അവർ ക്രമീകരണങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ഈ രാഹുലുമായി പോകുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ ചീമുട്ടയർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രതിഷേധമുണ്ടായാൽ അതിനെ തടയണം എന്ന് കർശന നിർദ്ദേശമുണ്ട്. കാരണം കോടതിയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പറഞ്ഞത് തന്നെ പ്രദർശന വസ്തുവാക്കി ചില ഷോ കാണിക്കാനുള്ള നീക്കമാണെന്നൊക്കെയാണ്. പക്ഷേ കോടതി കസ്റ്റഡി അനിവാര്യമാണെന്ന് വിലയിരുത്തുകയായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം കേട്ടതിന് പിന്നാലെ അതിജീവിത ഇന്നലെ മുഖ്യമന്ത്രിക്ക് വീണ്ടും സൈബർ അധിക്ഷേപത്തിൽ പരാതി കൊടുക്കുന്ന പ്രത്യേക സാഹചര്യം നമ്മൾ കണ്ടു. സർക്കാർ സംവിധാനങ്ങൾ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആദ്യ 2 പരാതിയിൽ, ഒരു പരാതിയിൽ നോട്ട് അറസ്റ്റും ഒരു പരാതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു. 3ാം പരാതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ SITയുടെ വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നത്. ഒരു തരത്തിലുള്ള ക്ലൂവും പുറത്തു പോകാത്ത തരത്തിൽ അതിന്റെ തെളിവ് ശേഖരണം നടത്തുന്നു. അതിജീവിതയുടെ വിദേശത്തായിരുന്ന അതിജീവിതയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം അതിജീവിതയുടെ തെളിവടക്കം, അവരുടെ പക്കലുള്ള തെളിവടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് ഏതാണ്ട് 2 ദിവസം പരിശോധിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൂചനയുമില്ലാത്ത രീതിയിൽ പാലക്കാട്ടേക്ക് ഒരു ദിവസം അർദ്ധരാത്രി അന്വേഷണ സംഘം കടന്നുപോകുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് രാത്രി പുലർച്ചെയാകും മുൻപ് ഈ കാണുന്ന പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്ന വളരെ നാടകീയമായ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റിലാകുന്നത്. മുൻപുള്ള 2 കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതി വന്നതിന് ശേഷം, അതായത് ആദ്യ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആദ്യ അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിന് പിന്നാലെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ സംസ്ഥാനം തന്നെ വിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വലിയ പ്രതിഷേധം അത് പ്രതീക്ഷിക്കുന്നുണ്ട് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായി വലിയ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അന്വേഷണ സംഘം ഓരോ ടീമുകളായി പുറത്തേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് പിന്നിലുള്ള ബസ്സിലാണുള്ളത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ബസ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാഹുൽ ആ സീറ്റിൽ രാഹുൽ ഉണ്ട്. രാഹുൽ ഇരിക്കുന്ന ഭാഗം അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഏതായാലും വാഹനവ്യൂഹം പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി പോവുക തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്കാണോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം. വളരെ പ്രധാനപ്പെട്ട, വളരെ വൈറ്റലായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം അത് നമ്മൾ കണ്ടു. ആ പ്രതിഷേധം ഒഴിവാക്കുക, പരമാവധി യുവജന സംഘടനകളുടെ പ്രതിഷേധം ഒഴിവാക്കുക അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഏതാണ്ട് 8ഓളം വാഹനങ്ങൾ അത് രാഹുലിന് സുരക്ഷ ഒരുക്കുന്നു എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഏതായാലും ഇന്നത്തെ ഈ തെളിവെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തോട് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ടെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തിയിരുന്നു. പാലക്കാട് KPM ഹോട്ടലിൽ നടന്ന പരിശോധനയിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറായിട്ടിരുന്നില്ല. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്തിയ ശേഷമേ പാലക്കാട് തെളിവെടുപ്പിന് കൊണ്ടുവരൂ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട്. മാത്രമല്ല നമുക്കറിയാം, ഈ അതിജീവിതയെ സാമ്പത്തികമായി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫ്ളാറ്റ് വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നടന്നു, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയത്തിൽ ഇവരെ നിർബന്ധിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള തെളിവ് ഹാജരാക്കണം. ഈ ഫ്ളാറ്റ് വാങ്ങാൻ ഉദ്ദേശിച്ച ഫ്ളാറ്റിന്റെ ബിൽഡറുടെ മൊഴി രേഖപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വാഹനവ്യൂഹം പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏതാണ്ട് വെട്ടിക്കവല ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. നിർണായകമായ തെളിവെടുപ്പുകൾ അത് നടക്കുന്നു. 3 ദിവസത്തെ നിർണായകമായ കസ്റ്റഡി. ആ കസ്റ്റഡിയിലാണ് സ്വാഭാവികമായും ഇനി എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ, അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കുന്ന തെളിവുകൾ എന്തൊക്കെയെന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയും. ഏതായാലും ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതും വളരെ നിർണായകവുമാണ്, വളരെ വൈറ്റലാണ്. കാരണം ഇവിടെ വെച്ചാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ അന്വേഷണ സംഘം ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയം മുൻപാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം ഇപ്പോൾ തിരുവല്ലയിലേക്ക് തിരിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഒരുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പോലീസിന്റെ FIRൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ക്ലബ് 7 ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇത് നടന്നത് എന്നുള്ളതാണ്. അതായത് 2024 ഏപ്രിൽ 5-ാം തീയതിയാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ ഹോട്ടലിലേക്ക്, തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ ആവലാതിക്കാരിയെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് മുറി ബുക്ക് ചെയ്യിപ്പിക്കുന്നു, അതായത് റൂം ബുക്ക് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീടാണ് ആ മുറിയിലേക്ക് വന്നത്. വന്നയുടൻ തന്നെ ആവലാതിക്കാരിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടന്നു. മാത്രമല്ല
ഈ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയുടെ വസ്ത്രങ്ങൾ ബലം പ്രയോഗിച്ച് നീക്കുകയും അവരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനടക്കം ഇരയാക്കിയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ക്രൂരമായി വേദനിപ്പിച്ചു, ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ FIR-ൽ പറഞ്ഞിരുന്നു. ഇതാണ് പെൺകുട്ടിയുടെ പരാതിയും. മാത്രവുമല്ല അതിനുശേഷം നടന്ന കാര്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ അതിജീവിത നൽകിയിരിക്കുന്ന പരാതി അത് ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭം ധരിപ്പിച്ച ശേഷം നിർബന്ധിച്ച് ഭ്രൂണഹത്യ നടത്തി എന്നുള്ളതാണ്. ഈ കേസിലും സമാനമായി ഈ പെൺകുട്ടി ഗർഭം ധരിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. അങ്ങനെ അതിനുശേഷം ഈ പെൺകുട്ടി ഈ ഭ്രൂണത്തിന്റെ DNA അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയും രാഹുലിനോട് DNA പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അത് രാഹുൽ പൂർണ്ണ അർത്ഥത്തിൽ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് എടുത്തത്. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വെട്ടിക്കവലയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ തിരുവല്ലയിലേക്കാണ് ആദ്യ തെളിവെടുപ്പ്. ക്ലബ് 7 ഹോട്ടലിൽ വെച്ചാണ് ആദ്യ തെളിവെടുപ്പ്. അന്വേഷണ സംഘം ആദ്യമായി പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും തിരുവല്ലയിലേക്ക് അടുക്കുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ ആണ് തിരുവല്ലയ്ക്കുള്ളത്. അരമണിക്കൂറോളം ദൂരം, അരമണിക്കൂറിലധികം ദൂരം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ആ അരമണിക്കൂർ ദൂരം ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം എടുക്കുന്ന ഓരോ നിലപാടും അത് വളരെ പ്രധാനപ്പെട്ടതാകും. മാത്രമല്ല ക്ലബ് 7 ഹോട്ടലിന് പിന്നാലെ അടൂരിലെ വീട്ടിൽ തെളിവെടുപ്പുണ്ടോ, അതല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നിർണായകമാണ്. പാലക്കാട്ടെ ഹോട്ടലിൽ ഒരുപക്ഷെ ലാപ്ടോപ്പ് എവിടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചന നൽകിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കനത്ത പോലീസ് സുരക്ഷയുണ്ട്. വലിയ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവല്ലയിലടക്കം യുവജന സംഘടനകളുടെ പ്രതിഷേധം അത് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും പത്തനംതിട്ടയിൽ നിന്നുള്ള യാത്ര തിരുവല്ലയ്ക്ക് തിരിക്കുകയാണ്. ഈ കേസിലെ ആദ്യ തെളിവെടുപ്പാണ്. ആദ്യ പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ തിരുവല്ല കോടതിക്ക് മുന്നിൽ രാഹുലിന് നൽകാൻ ട്രോഫിയുമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകർ കാത്തുനിന്നത്. രോഷത്തിനൊപ്പം ഉയർന്ന പ്ലക്കാർഡുകളും ഉണ്ടായിരുന്നു. ആദ്യ കേസിലെ അതിജീവിത സമൂഹ മാധ്യമത്തിൽ കുറിച്ച് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന ബാനറുമായി DYFI SFI പ്രവർത്തകർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് പോലീസ് രാഹുലുമായി മുന്നോട്ട് പോയത്. ചീമുട്ടയേറ്, രാഹുലിനെ തടയൽ, കൂക്കിവിളികൾ, വലിയ പ്രതിഷേധങ്ങൾ ഇവയൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അത് മാവേലിക്കര ജയിലിന് മുന്നിലും തിരുവല്ല കോടതിയിലും നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് രാഹുലുമായി പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് മടങ്ങിയെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നലെ രാഹുലിനെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. 3 DYSPമാരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പൂങ്കുഴലി കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം, അതായത് ഈ SITയുടെ മേൽനോട്ട ചുമതലയുള്ള IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള പൂങ്കുഴലി ഇയാളെ കസ്റ്റഡിയിൽ കിട്ടി, രാഹുലിനെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം ഇതുവരെയും നേരിട്ട് ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ആ ചോദ്യം ചെയ്യലും ഉണ്ടാകും. തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന ക്ലബ് 7 ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾക്കും വളരെയേറെ പ്രസക്തിയുണ്ട് ഈ കേസിൽ. കാരണം അങ്ങനെ രാഹുൽ അവിടേക്ക് എത്തി, അതിജീവിതയെ വിളിച്ചു വരുത്തി, അതിനുശേഷം അവരെ കൊണ്ട് റൂം ബുക്ക് ചെയ്യിപ്പിച്ചു. അതിനുശേഷം നടന്ന ആ ക്രൈമിന് ശേഷം രാഹുൽ മടങ്ങുന്നത് അതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി നിർണായകമാണ്. ഇനി ഇക്കാര്യത്തിൽ വളരെ പ്രധാനമായും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത് അതിലൊന്ന് DNA പരിശോധനയും 2 ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ പരിശോധിക്കുക എന്നുള്ളതുമാണ്. ഏതായാലും അത് ആ 2 നീക്കത്തിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. ആ രീതിയിൽ ഇന്നത്തെ തെളിവെടുപ്പിന് ഏറെയേറെ പ്രസക്തിയുണ്ട്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം വിവാദത്തിന്റെ ഒരു സീരിയസ് പരിശോധിക്കുമ്പോൾ ആദ്യമായി തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അതിജീവിതയാണ് രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നത്. സ്വാഭാവികമായും അതിനുശേഷം നമുക്ക് പിന്നീട് മറ്റൊരു പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തുന്നു. ആദ്യ പരാതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന രീതിയിൽ പരിചയപ്പെട്ടു, അതിനുശേഷം പ്രണയം നടിച്ചു, കൂടാതെ നിർബന്ധിച്ച് ഗർഭം ധരിപ്പിച്ചു, അതിനുശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി. ഇതാണ് ആദ്യ പരാതി. അതിനുശേഷം രണ്ടാമത്തെ പരാതി ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടിയുടേതായിരുന്നു. ആ പരാതിയിൽ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ആളൊഴിഞ്ഞ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതായിരുന്നു രണ്ടാം പരാതി. ഏതായാലും ഈ 2 പരാതികൾ അങ്ങനെ നിന്നു. ആ 2 പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത്. ഒരു പരാതിയിൽ കോടതി ഇടപെട്ട് നോട്ട് ടു അറസ്റ്റും ഒരു പരാതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിലും നൽകിയിരുന്നു. വലിയ വാദപ്രതിവാദങ്ങളെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും അതേപോലെ തന്നെ ഹൈക്കോടതിയിലും ഒക്കെ നടന്ന സംഭവങ്ങളാണ്. അതിന് പിന്നാലെയാണ് മൂന്നാമതൊരു പരാതി വരുന്നത്. അതീവ രഹസ്യ സ്വഭാവത്തിൽ ആ പരാതി എത്തുന്നു. അതിനുശേഷം SIT സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഈ രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നു. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവരം ചോർത്തി നൽകാൻ പോലീസിൽ തന്നെ ആളുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള
തെളിവെടുപ്പിനുള്ള നീക്കമാണിപ്പോൾ SIT നടത്തുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇപ്പോൾ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് എത്തിക്കുകയാണ്. ഹോട്ടലിന് മുൻപിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹോട്ടലിന് മുൻപിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? അശ്വിൻ. ഉന്മേഷ, AR ക്യാമ്പിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്ററാണ് ഈ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്കുള്ളത്. അരമണിക്കൂറിന് മുകളിൽ യാത്ര എടുക്കുന്നതാണ്. പക്ഷേ പോലീസിന്റെ വാഹന വ്യൂഹം അതിന് മുന്നേ തന്നെ ഈ ഹോട്ടലിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കാരണം 2024 രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കെ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം, അന്ന് നടന്ന മൃഗീയതകളെല്ലാം കൃത്യമായി വിവരിക്കുന്നുണ്ട്. പെൺകുട്ടിയെ കൊണ്ട് രാഹുൽ തന്നെയാണ് റൂം ബുക്ക് ചെയ്യിച്ചത്. അതായത് ഏതെങ്കിലും തരത്തിൽ കേസ് വന്നാൽ അത് ആ പെൺകുട്ടിക്ക് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അതായത് റൂം ബുക്ക് ചെയ്യിക്കുക എന്നുള്ളത് രാഹുലിന്റെ ഒരു തന്ത്രമായി തന്നെയാണ് അന്വേഷണ സംഘവും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ രേഖകളിലടക്കം അന്ന് റൂം ബുക്ക് ചെയ്തത് പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. അതായത് ഈ അതിജീവിതയാണ് റൂം ബുക്ക് ചെയ്തത് എന്നുള്ള രേഖകളാണ് ഉള്ളത്. എന്തായാലും ആ റൂം ബുക്ക് ചെയ്ത ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു, സംസാരിക്കണം. ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ബന്ധം സ്ഥാപിച്ച ശേഷം അവരുടെ പ്രശ്നങ്ങളിൽ രാഹുൽ ഇടപെടുന്നു. നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ തിരുവല്ലയിലുള്ള ഈ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷം ഹോട്ടലിലേക്ക് കടന്നു വന്ന രാഹുൽ അതിമൃഗീയമായി ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ആ റിമാൻഡ് റിപ്പോർട്ടിലും ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴികളിലുമെല്ലാം പറയുന്നത്. ജനുവരി 8-ാം തീയതിയാണ് അതിജീവിതയിൽ നിന്ന് അന്വേഷണ സംഘം സൂം വഴി പെൺകുട്ടിയെ വീഡിയോ കോൾ വഴി കണക്ട് ചെയ്ത ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുന്നത്. അന്ന് ഈ ഹോട്ടലിൽ നടന്ന എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ അതിജീവിത പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ രാഹുലിനെ എത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പിൽ രാഹുൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഈ കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഇന്ന് ഏറ്റവും പ്രധാനമായി 2 സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒന്ന് ഈ ക്ലബ് 7 ഹോട്ടലാണ്, മറ്റൊന്ന് രാഹുലിന്റെ അടൂരുള്ള വീടാണ്. ഈ അടൂരുള്ള വീട്ടിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്താനുണ്ട്. അതായത് ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയടക്കം ഒന്നിലധികം ഉപയോഗിക്കുന്ന സ്വഭാവക്കാരനാണ് രാഹുൽ എന്നുള്ളതാണ് അന്വേഷണ സംഘം നിലവിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കൈവശമുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്തിയാൽ അതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടക്കമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് ചാറ്റുകൾ, വീഡിയോകൾ, ഈ ഇവരുമായി ഉണ്ടായിരുന്ന വീഡിയോ കോളുകളുടെ തെളിവുകളടക്കം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടെടുക്കുക എന്നുള്ളത് ഈ കേസിന്റെ ഏറ്റവും നിർണായക ഭാഗം കൂടിയാണ്. എന്തായാലും ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ ഹോട്ടലിലേക്ക് രാഹുലുമായുള്ള അന്വേഷണ സംഘം എത്തും. സ്വാഭാവികമായും തിരുവല്ലയിലടക്കം പ്രതിഷേധം, ഈ രാഹുലിനെ കൊണ്ടുവരുന്ന എല്ലായിടങ്ങളിലും വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവെടുപ്പ്, ഈ നിർണായകമായ തെളിവെടുപ്പ് പുലർച്ചയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 5:30 തന്നെ ഈ ഹോട്ടലിലെ ക്ലബ് 7 ഹോട്ടലിലുള്ള ആളുകളോട് ഇവിടേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്. 5:30 തന്നെ ആ ജീവനക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവരിൽ നിന്നുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് നിർണായകമാണ്. അവർ ഈ പ്രതി ആയ രാഹുൽ ഈ 2024 ഇവിടെ എത്തിയിട്ടുണ്ടോ അതടക്കം തിരിച്ചറിയേണ്ടത് അന്ന് ഇവിടെ ജോലിയിലുണ്ടായിരുന്ന ജീവനക്കാരാണ്. അവരോട് ഇവിടേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പുലർച്ചെ 5:30 ഹോട്ടലിൽ എത്തണമെന്ന് അറിയിച്ചിരുന്നു. അവരെന്തായാലും പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് നിർണായകമാവുക. അതും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം അവിടുത്തെ ഈ ഹോട്ടലിൽ എത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ രേഖകളുണ്ട്, കുറിച്ചു വെക്കുന്നവർ, റൂം ബുക്ക് ചെയ്തവർ, അവരെ കാണാനെത്തുന്ന ആളുകൾ എന്നിവരുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പക്ഷേ അതിൽ കാണാനെത്തുന്നവരുടെ പേരിൽ രാഹുൽ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പുതിയ കാര്യങ്ങളനുസരിച്ച് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന റൂമുകളിലൊക്കെ എത്തിയാൽ ഈ വിസിറ്റേഴ്സിന്റെ പേര് വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് കുറവാണ്. അതുകൊണ്ട് തന്നെ ആ രേഖകളിൽ രാഹുലിന്റെ പേരുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങൾ അത് നിർണായകമാണ്. ഈ ക്ലബ് 7 ഹോട്ടൽ എന്ന് പറയുന്നത് താമസ സൗകര്യം മാത്രമുള്ള ഒരു ഹോട്ടലല്ല, അതിന് പുറമെ മറ്റ് സ്ഥാപനങ്ങൾ കൂടിയുള്ള ഒരു മാൾ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. സ്വാഭാവികമായും മറ്റ് CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. വിവിധ സ്ഥാപനങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിലെല്ലാം
CCTV ദൃശ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സാന്നിധ്യം ഈ സംഭവം നടന്ന ദിവസത്തിൽ സ്ഥിരീകരിക്കുക എന്നുള്ളത് അത്ര പാടുള്ള കാര്യമല്ല എന്നുള്ളത് SIT സംഘത്തെ സംബന്ധിച്ച് വെല്ലുവിളിയല്ല. കാരണം ഇത്രയും CCTV ദൃശ്യങ്ങൾ, ഇത്രയും ടൗൺ, ഇത്രയും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ അത്രയും അവിടെ എവിടെ നിന്നെങ്കിലും ഈ സംഭവം നടന്ന, അതായത് ഡേറ്റ് ഓഫ് ഈ കുറ്റകൃത്യം നടന്ന, ഈ ബലാത്സംഗം നടന്ന ദിവസത്തിൽ രാഹുൽ ഇവിടെ എത്തി എന്ന് തെളിയിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്തായാലും ആ CCTV ദൃശ്യങ്ങളടക്കം നിർണായകമാണ്. അല്പസമയത്തിനകം ഏകദേശം 15 മിനിറ്റിനുള്ളിൽ രാഹുലുമായുള്ള പ്രത്യേക ശരി, സംഘം അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ തിരുവല്ലയിലെ ഹോട്ടലിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഈ രാഹുലുമായുള്ള പോലീസ് വാഹനം? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഇലന്തൂർ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി കേവലം അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അതിനുള്ളിൽ അവിടേക്ക് എത്തും. വലിയ വേഗതയിലാണ് അന്വേഷണ സംഘം പോകുന്നത്. ഇതുവരെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. പുലർച്ചെ ഈ പ്രതിഷേധം ഒഴിവാക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ് പുലർച്ചെ ഈ തെളിവെടുപ്പാക്കിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കൂടുതൽ പ്രതിഷേധം പകൽ സമയങ്ങളിൽ ഉണ്ടായാൽ അത് ഒഴിവാക്കുക എന്നുള്ളത് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പുലർച്ചെയുള്ള തെളിവെടുപ്പ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ അന്വേഷണ സംഘം ഇലന്തൂർ ഭാഗവും കഴിഞ്ഞ് ഇപ്പോൾ തിരുവല്ലയിലേക്ക് എത്തിച്ചേരും. ഇതുവരെയും പ്രതിഷേധമില്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും രാഹുലിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ് ഈ തെളിവെടുപ്പ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ സംഭവം നടന്നിട്ടുള്ള ഇതുവരെയും ഈ ലൈംഗിക പീഡന സീരീസുകളിൽ ഇതുവരെയും നേരിട്ടുള്ള ഒരു തെളിവെടുപ്പിലേക്കൊന്നും അന്വേഷണ സംഘം രാഹുലുമായി പോയിട്ടില്ല. കാരണം ആദ്യ 2 അറസ്റ്റിലും തലനാരിഴയ്ക്ക് രാഹുൽ രക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ 3-ാം അറസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ക്ലബ് 7 ഹോട്ടൽ എന്ന് പറയപ്പെടുന്നത് ഈ ക്രൈം സംഭവിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള തെളിവെടുപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാകും. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV-കൾ, ഹോട്ടൽ ജീവനക്കാരുടെ മൊഴികൾ എന്നിവയിൽ നിന്ന് രാഹുൽ ആ സംഭവ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയും. അതിനുശേഷം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടി രഹസ്യമായ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതും നിർണായകമായി മാറുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം പോലീസ് വാഹനങ്ങൾ, ഏതാണ്ട് 7ഓളം പോലീസ് വാഹനങ്ങളാണ് ഈ വാഹനവ്യൂഹത്തെ അനുഗമിക്കുന്നത്. കാരണം അത്രത്തോളം പ്രതിഷേധം അത് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കുറച്ചു മണിക്കൂറുകൾ മാത്രം വളരെ വിശദമായി തന്നെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ രാഹുലിനോട് രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം സഹകരിക്കുന്ന സമീപനമായിരുന്നില്ല സ്വീകരിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ പറഞ്ഞത് ഈ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൈമാറുന്നതിൽ അഭിഭാഷകരോട് ചോദിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. പക്ഷെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇപ്പോൾ വാഹനവ്യൂഹം ആറന്മുള എത്തിയിരിക്കുന്നു, ആറന്മുള കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി മാറുക അവിടെ എത്തിയ ശേഷം, അതായത് ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. കാരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇക്കാര്യത്തിൽ എടുക്കുന്ന ഓരോ നിലപാടും അതിൽ ഓരോ നീക്കങ്ങളും ശ്രദ്ധേയമാണ്. പരിമിതമായ മണിക്കൂറുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലേക്കുള്ളത്. 3 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു തിരുവല്ല കോടതി അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് തെളിവെടുപ്പ് നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഇനാക്റ്റീവ് തെളിവെടുപ്പാകാൻ അന്വേഷണ സംഘം ആഗ്രഹിക്കുന്നില്ല. പകരം അവർ ഉദ്ദേശിക്കുന്നത് പരമാവധി തെളിവ് ശേഖരണം നടക്കണം. പക്ഷേ ഇത്രയധികം യാത്ര ചെയ്ത പാലക്കാടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് രാഹുൽ സഹകരിച്ചില്ലെങ്കിൽ തെളിവെടുപ്പ് പോസിബിൾ ആകില്ല. പാലക്കാട്ട് KPM ഹോട്ടൽ, അതേപോലെ തന്നെ രാഹുൽ ഈ ഫ്ളാറ്റ് വാങ്ങാൻ, ഈ അതിജീവിതയെ കൊണ്ട് സാമ്പത്തിക ചൂഷണം നടത്തി ഫ്ളാറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം, അവിടെയൊക്കെ തെളിവെടുപ്പ് നടത്തണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അവിടുത്തെ ബിൽഡേഴ്സിൽ നിന്ന് മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഏതായാലും നിലവിലത്തെ സാഹചര്യ പ്രകാരം അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ തിരുവല്ല ക്ലബ് 7-ലെ തെളിവെടുപ്പിന് ശേഷം അടൂരിലെ രാഹുലിന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട്. 2024 4-ാം മാസം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ക്ലബ് 7 ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു എന്നൊക്കെയുള്ളതാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. തന്നെയാണ് FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യവും. ഇക്കാര്യത്തിൽ തെളിവ് ശേഖരിക്കുക, അല്ലെങ്കിൽ രാഹുലിന്റെ പ്രസൻസ് ശേഖരിക്കുക, അതായത് ക്രൈം സീനിലെ രാഹുലിന്റെ പ്രസൻസ് ഉറപ്പിക്കുക, സ്ഥിരീകരിക്കുക, അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു തെളിവുകൾ ശേഖരിക്കുക, അത് ശാസ്ത്രീയ പരിശോധന മാത്രമാണ് പ്രധാനം. അതിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഈ DNA ശേഖരിക്കലടക്കമുള്ള കാര്യങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അക്കാര്യത്തിലും അന്വേഷണ സംഘം പോവുകയും ചെയ്യും. ഉന്മേഷ്, ഷഫീദയും തിരുവല്ലയിലെ ഹോട്ടലിലെ തെളിവെടുപ്പിന് ശേഷം രാഹുലിനെ തിരികെ AR ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുപോകാനാണോ ഇന്ന് സാധ്യത? ഈ പാലക്കാട്ടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലല്ലോ തെളിവെടുപ്പിന്റെ കാര്യത്തിൽ, ഷഫീദ് അല്ലേ?
ഉന്മേഷ് ഉറപ്പായിട്ടും. കാരണം പാലക്കാട്ടെ കാര്യത്തിൽ ഇതുവരെയും അന്വേഷണ സംഘം ഒരു തീരുമാനം എടുത്തിട്ടില്ല. SITയുടെ മേൽനോട്ട ചുമതലയുള്ള പൂങ്കുഴലിയുമായി രാവിലെ ഒരുപക്ഷെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഇത് കസ്റ്റഡി കാലാവധി അവസാനിക്കും. നാളെയാണ് അവശേഷിക്കുന്ന ഒരേ ഒരു ദിവസം. അപ്പോൾ ആ രീതിയിൽ ഒരു ദിവസം അങ്ങനെ പാലക്കാട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കളയണോ എന്നുള്ള കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധം അതുണ്ടാക്കുന്ന സമയം കളയൽ അതൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ എടുക്കുന്നത് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പാലക്കാട്ടേക്കുള്ള യാത്ര അന്വേഷണ സംഘത്തിന്റെ പ്ലാനിലില്ല എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ആ പ്ലാൻ മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം കൂടുതൽ തീരുമാനങ്ങൾ എടുത്ത ശേഷമായിരിക്കും മൂവ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് 2 ഫോണുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്ന കാര്യം. കൂടാതെ ലാപ്ടോപ്പും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ആ ലാപ്ടോപ്പിൽ കൂടി അടക്കം ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത തേടേണ്ടത്. ഏതായാലും ഈ തിരുവല്ല ക്ലബ് 7ലെ തെളിവെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അടൂരേക്ക് പോകാം. അടൂരേക്ക് പോയാൽ തന്നെ അവിടെ എത്രത്തോളം പോസിബിളായി തെളിവെടുപ്പ് നടത്താൻ കഴിയുമെന്നൊക്കെ അന്വേഷണ സംഘത്തിന് ആശങ്കയുണ്ട്. കാരണം അത്രത്തോളം പ്രതിഷേധം അവിടെ ഉണ്ടാകാം. മാവേലിക്കര കോടതിയിൽ നിന്ന് ഇന്നലെ രാഹുലിനെ പുറത്തിറക്കുന്നത് മുതൽ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് യുവജന സംഘടനകളുടെ പ്രതിഷേധം അതിരുവിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുലിനെതിരെ ചീമുട്ടയർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ തിരുവല്ല ഹോട്ടലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വലിയ പ്ലക്കാർഡുകൾ ഉയർത്തി ABVPയും അതേപോലെ യുവമോർച്ചയും കൂടാതെ DYFIയും SFIയും ഒക്കെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല അവർ രാഹുലിനെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നതിനപ്പുറത്തേക്ക് രാഹുലുമായിട്ടുള്ള വാഹന വ്യൂഹം അത് തടയുക, രാഹുലിനെതിരെ ചീമുട്ടയെറിയുക, അദ്ദേഹത്തിനെതിരെ പ്ലക്കാർഡ് ഉയർത്തുക എന്നൊക്കെയുള്ള സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയത് അന്വേഷണ സംഘത്തിന് ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു 8 മണിക്ക് മുൻപ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരികെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വലിയ പോലീസ് സുരക്ഷയിലാണ് രാഹുലുമായി അന്വേഷണ സംഘം ഇപ്പോൾ പോകുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ അന്വേഷണ സംഘം തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചേരും. അവിടെയാണ് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടക്കുക എന്നുള്ളതും ശ്രദ്ധേയം. ഒരു പക്ഷേ ഈ മറ്റ് അനുബന്ധ കേസുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും കൗതുകമുള്ള കാര്യമാണ്. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിനെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കാൻ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള പോലീസ് വാഹനം അവിടേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷഫീദ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഈ വാഹനം തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തും. പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുന്നത്. പാലക്കാട്ടേക്ക് അടക്കം തെളിവെടുപ്പിന് എത്തിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കില്ല എന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. തിരുവല്ലയിലെ ഹോട്ടലിൽ മാത്രമായിരിക്കും ഇന്നത്തെ തെളിവെടുപ്പ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് വളരെ രാവിലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പിന് ഇപ്പോൾ അന്വേഷണ സംഘം പുറപ്പെട്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തലിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് തന്നെ ഇന്ന് തിരികെ എത്തിക്കാനാണ് സാധ്യത. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തലിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. DYFI യുവമോർച്ചയും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇന്ന് രാവിലെ ഈ തെളിവെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തലിനെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്ക് തന്നെ തിരികെ എത്തിക്കാനാണ് സാധ്യത. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ നിലവിൽ ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ബലാത്സംഗ പരാതിയിൽ, 3ാമത്തെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഷഫീദ്? പക്ഷേ നമുക്കറിയാം ഈ വിഷയത്തിൽ പോലീസിന് സാധ്യതകളും വെല്ലുവിളികളും അന്വേഷണ സംഘത്തിന് സാധ്യതകളും വെല്ലുവിളികളും ഒരേപോലെയുണ്ട്. കാരണം ഈ കേസിൽ ഈ അതിജീവിത തന്നെ ചില തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ SIT വെളിപ്പെടുത്താത്ത, പുറത്തേക്ക് പറയാത്ത ചില തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിന്റെ ഭ്രൂണത്തിന്റെ DNA അടക്കമുള്ള സാമ്പിളുകൾ ഈ പെൺകുട്ടി ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധനാ റിപ്പോർട്ട് അവരുടെ പക്കൽ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നതാണ്. ഏതായാലും ആ രീതിയിൽ ഒരു സാധ്യത അന്വേഷണ സംഘത്തെ സംബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തലിന് കുരുക്കായിട്ടുണ്ട്. പക്ഷേ ഈ കേസ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന രീതിയിൽ ഇവരോട് സമൂഹ മാധ്യമങ്ങൾ വഴി ലൈംഗിക താല്പര്യം മനസ്സിലുറച്ചാണ് അദ്ദേഹം പരിചയപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം ഈ പെൺകുട്ടിയുമായി നിരന്തരം ഫോണിലടക്കം ബന്ധപ്പെടുന്നു.
ഒരു ബന്ധം സ്ഥാപിക്കുന്നു. കൂടാതെ തിരുവല്ലയിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു. ഇവരെ കൊണ്ട്, ആവലാതിക്കാരിയെ കൊണ്ട് തന്നെ മുറി ബുക്ക് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം ഈ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു എന്നൊക്കെയുള്ളതാണ് ഈ പരാതിയിൽ പറയുന്ന കാര്യം. ഏതായാലും അത് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് എടുത്തു പറയാനുള്ളത് അതിനുശേഷം നടന്നതും ഈ ക്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അതിനുശേഷം അവർ പറഞ്ഞത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നൊക്കെയുള്ളതാണ്. അതിൽ ഗർഭചിത്രം നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കൂടി ഈ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് ഇവരുടെ പക്കൽ ഈ DNA പരിശോധന ഉള്ള സാഹചര്യത്തിൽ രാഹുലിന് വളരെ എളുപ്പത്തിൽ ഈ ഭ്രൂണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരി വരാൻ കഴിയില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ രാഹുൽ എടുക്കുന്ന നിലപാട്, അതായത് ചോദ്യം ചെയ്യലടക്കം രാഹുൽ എടുക്കുന്ന നിലപാട് നിർണായകമായി മാറും. നമുക്കറിയാം ഈ കേസിൽ രാഹുലിനെ വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ചെയ്യുന്നത് വലിയ രഹസ്യ സ്വഭാവത്തിലാണ്. അതിനുശേഷം അറസ്റ്റ് റിപ്പോർട്ടിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിട്ടില്ല എന്നുള്ള കാര്യം തിരുവല്ല കോടതിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതായത് ഈ കേസിന്റെ അന്വേഷണത്തോട് കാര്യമായിട്ടുള്ള സഹകരണം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് SIT കോടതിയെ അറിയിച്ചത്. അത് ഗൗരവത്തിൽ കോടതി എടുത്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി അതിജീവിത ഇത്ര ധൈര്യത്തോടുകൂടി മൊഴി നൽകാൻ തയ്യാറാകുന്നു, അവർ തന്നെ തെളിവ് ശേഖരിക്കുന്നു. ഒരു പക്ഷേ ഈ സീരിയസിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു ക്രൈം ഇതാണ്. കാരണം 2024 ഏപ്രിൽ മാസം ആണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു റീസൺ സ്വഭാവമുണ്ട്. നേരത്തെ നമ്മൾ പല കേസുകളിലും സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഡിലേഡ് FIR ഇസ് എ ഡിനേഡ് FIR എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2024 ഞാൻ പറയുന്ന 4-ാം മാസം ഏപ്രിൽ മാസം ഇത് സംഭവിക്കുന്നു. അതിനുശേഷം വളരെ മാനസിക ബുദ്ധിമുട്ടിലൂടെ പെൺകുട്ടി കടന്നു പോകുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെയായിരുന്നു ഇവരുടെ ഈ ബന്ധം ഉണ്ടായിരുന്നത്, അതല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പോടുകൂടി പെൺകുട്ടിയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന സമീപനം സ്വീകരിക്കുകയും ഈ പെൺകുട്ടി അപ്പോൾ മുതൽ തെളിവ് ശേഖരണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, ഗർഭചിത്രത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരുടെ പക്കൽ സ്ക്രീൻഷോട്ടായിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകൾ ആ പെൺകുട്ടിയുടെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് SIT ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സമാന സ്വഭാവത്തിൽ ഈ പെൺകുട്ടിയെ ലൈംഗിക താല്പര്യത്തോടെ സമീപിച്ചെന്നുകൂടി അവർ പറയുന്നുണ്ട്, അവരുടെ മൊഴിയിലുണ്ട്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഒരു കോയിൻസിഡന്റ് ആയിട്ടുള്ള ഈ തെളിവ് ശേഖരണം അത് ഈ കേസിൽ വൈറ്റലായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആദ്യമായി പരിചയപ്പെടുന്നു, അതിനുശേഷം ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ക്ഷണിക്കുന്നു, ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിനുശേഷം ഗർഭചിത്രത്തിന് ആവശ്യപ്പെടുന്നു. ആ ഗർഭചിത്രത്തിന് ശേഷം ഈ പെൺകുട്ടി DNA പരിശോധന നടത്താൻ വേണ്ടി രാഹുലിനോട് ആവശ്യപ്പെടുന്നത് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കേസിന്റെ അന്വേഷണത്തിൽ, തെളിവ് ശേഖരണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് ശാസ്ത്രീയ പരിശോധനാ രീതികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തേത് ഡിജിറ്റൽ എവിഡൻസുകൾ. ഈ ഡിജിറ്റൽ എവിഡൻസ് എന്തുകൊണ്ട് രാഹുൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഫോണുകൾ കൈമാറുന്നില്ല, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലടക്കം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കോടതിയിൽ അവർ മറ്റന്നാളോ രാഹുലിനെ കസ്റ്റഡിയിൽ തിരികെ കൊടുക്കുന്ന സമയത്ത് ഉയർത്താൻ വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് രാഹുലിന് കോടതി എങ്ങനെ ഗുണകരമാകും, അല്ലെങ്കിൽ തിരിച്ചടിയാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും അല്പസമയത്തുള്ള 5 മിനിറ്റ് കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം അല്പസമയത്തിനുള്ളിൽ തിരുവല്ലയിലെത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധം പുലർച്ചെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അവിടെ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ അത് നിർണായകമാകും. വളരെ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഒരുപക്ഷെ 8 മണിക്ക് മുൻപ് അടൂരിലെ വീട്ടിലോ അതല്ലെങ്കിൽ ആ നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തെളിവെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ക്ലബ്ബ് 7 ഹോട്ടലിലേക്ക് വാഹനം എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.